ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇന്നൊരു സ്റ്റിക്കർ ബുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ സ്റ്റിക്കർ ബുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് A4 സൈസ് പേപ്പർ, ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ്, പിന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സ് കളർ കൊടുക്കാനായിട്ട് കുറച്ച് കളേഴ്സും അതേപോലെ തന്നെ സിസേഴ്സും ആണ് കേട്ടോ. ആദ്യം നമ്മൾ സ്റ്റിക്കർ ബുക്കിൻ്റെ ബുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ A4 സൈസ് പേപ്പർ നിങ്ങൾക്ക് എത്രയും വലിയ ബുക്കാണോ ആവശ്യമുള്ളത് ആ സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എല്ലാ പേജസും നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാ പേജസും ഇതേപോലെ ഒരുമിച്ചൊന്ന് പിടിച്ചിട്ട് മുകളിലൊന്ന് ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഗ്ലൂ ഒന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് പേജ് റെഡിയാക്കാം. അപ്പോൾ ഫ്രണ്ട് പേജിനായിട്ട് ഞാനിവിടെ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. ഐവറി ഷീറ്റാട്ടോ ഞാൻ എടുത്തേക്കണത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ സ്ഥിരം ഗ്രിഡ് ലൈൻസ് ആണ് വരച്ചു കൊടുത്തേക്കണത് കേട്ടോ. പിന്നെ ക്യൂട്ട്നെസ്സിന് വേണ്ടി ഇതേപോലെ ഒരു പടവും ഞാൻ വരച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് പേജ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പേജസ് എല്ലാം ഗ്ലൂ ഒക്കെ ഉണങ്ങി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേജസ് എല്ലാം നമ്മുടെ മെയിൻ കവറിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്തേക്കണത്. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫെവിക്കോളോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഗമ്മാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നമ്മുടെ മെയിൻ കവറിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ സ്റ്റിക്കർ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ സ്റ്റിക്കർ മേക്കിംഗ് സ്റ്റെപ്പ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പടം ഓൾറെഡി വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ ഞാൻ ഈ പടങ്ങളെല്ലാം നമ്മുടെ പേപ്പർ കോപ്പി എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് വരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ പടം വരക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ആപ്പ് യൂസ് ചെയ്താൽ ഈസി ആയിട്ട് വരച്ചെടുക്കാം കേട്ടോ. അതേസമയം വരക്കാൻ അറിയണവരൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞേ നോക്കണ്ട, സ്വന്തമായിട്ട് വരച്ചെടുക്കുന്നതായിരിക്കുള്ളൂ എന്തുകൊണ്ടും ഏറ്റവും നല്ലത്. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനൊരു ഈസിയുള്ള പടം പോലും വരക്കണമെങ്കിൽ ഞാൻ പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ടേ വരക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഈ ആപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ടഫുള്ള പടമാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫോണിൻ്റെ മുകളിൽ വെച്ച് ട്രേസ് എടുത്ത് വരക്കാൻ പറ്റും കേട്ടോ ഈ ആപ്പ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഞാനിവിടെ എല്ലാ പടങ്ങളും വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ വൈറ്റ് സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത പടങ്ങളെല്ലാം ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ വൈറ്റ് സ്പേസ് വിട്ട് കട്ട് ചെയ്ത പോലെ തന്നെ ഈ സെല്ലോ ടേപ്പിൻ്റെ ഭാഗം കുറച്ച് മുമ്പിലോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലേ ഈ സ്റ്റിക്കർ നല്ലോണം സ്റ്റിക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ സെല്ലോ ടേപ്പ് കുറച്ച് മുമ്പിലോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ ഇതേപോലെ നമ്മുടെ എല്ലാ സ്റ്റിക്കേഴ്സും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മുടെ ബുക്കിലോട്ട് അറേഞ്ച് ചെയ്യുന്ന സ്റ്റെപ്പാണ്. നമ്മൾ ഓൾറെഡി സെല്ലോ ടേപ്പ് കുറച്ച് മുമ്പോട്ട് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തേക്കുന്നത് കൊണ്ട് എക്സ്ട്രാ വേറെ ഫെവിക്കോളോ ഗമ്മോ ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇത് സ്റ്റിക്കാകാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി എല്ലാ പേജസിലും ഒരു സെല്ലോ ടേപ്പ് കവറിങ് കൊടുത്തേക്കണത് കൊണ്ട് തന്നെ എല്ലാ സ്റ്റിക്കേഴ്സും ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റിക്കർ ബുക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ പേജസും ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പേജിൽ 4 എണ്ണം വന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റിക്കർ ബുക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷനിലൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വർക്കിംഗ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലോണം ഇത് സ്റ്റിക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ വർക്കിംഗ് ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.